റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡ്രാഫ്റ്റ് ചെയ്ത LCR നോംസ് ഡെപ്പോസിറ്റ് ഔട്ട്ഫ്ലോയ്ക്ക് വഴി തെളിയിച്ചേക്കും എന്നുള്ള ആശങ്കയെ തുടർന്ന് ഇന്ന് ബാങ്കിംഗ് സെക്ടറിലും ബാങ്ക് നിഫ്റ്റിയിലും ഉയർന്ന വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. പല പ്രമുഖ ബാങ്കുകളിലും ഹയർ ലെവലിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചില ബാങ്കുകളിൽ ബോട്ടം ലെവലിൽ നിന്നും ഹയർ ബൈയിങ് കാണാൻ സാധിക്കുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിട്ടും ഇന്നത്തെ ദിവസം ഹയർ ലെവലിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ICICI ബാങ്ക്. ICICI ബാങ്ക് ഇന്ന് 2% അപ്സൈഡോടു കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അവസാനം സ്റ്റോക്ക് 1200 മുകളിൽ ക്ലോസിംഗ് നൽകി. 8.56 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.62, ഡിവിഡൻഡ് ഈൽഡ് 0.82%. ICICI ബാങ്കിൻ്റെ 52 വീക്ക് ഹൈ 1257, 52 വീക്ക് ലോ 899. ICICI ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 14.6% വർദ്ധിച്ച് 9648 കോടിയിൽ നിന്നും 11,059 കോടിയായി ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 19,553 കോടിയായി രേഖപ്പെടുത്തി. ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും പ്രോഫിറ്റബിലിറ്റിയിലും ഹെൽത്തി ഗ്രോത്ത് ബാങ്ക് ചെയ്തു. പ്രൊവിഷൻ 1292 കോടിയിൽ നിന്നും 1332 കോടിയായി ഉയർന്നിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി ഏറെക്കുറെ സ്റ്റേബിളാണ്. 2.16% നിന്നും 2.15%-അടുത്തായിട്ടാണ് ബാങ്കിൻ്റെ ഗ്രോസ് NPA. നെറ്റ് NPA 0.43%-അടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ICICI ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഒരു നെഗറ്റീവ് പാർട്ട് ബാങ്കിൻ്റെ ഗ്രോസ് NPA അഡിഷൻ 5139 കോടിയിൽ നിന്നും 5916 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ അഡ്വാൻസ് സീക്വൻഷ്യലി 3.3%, ഇയർ ഓൺ ഇയറിൽ 15.7% വർദ്ധിച്ച് 12.23 ട്രില്യൺ രൂപയായി മാറി. ബാങ്കിൻ്റെ റിറ്റെയിൽ പോർട്ട്ഫോളിയോ 17.1% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോ 54.4% വർദ്ധിക്കുകയും ബിസിനസ് ബാങ്കിംഗ് പോർട്ട്ഫോളിയോ 35.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും SME പോർട്ട്ഫോളിയോ 23.5%, റൂറൽ ബാങ്കിംഗ് പോർട്ട്ഫോളിയോ 16.9% ഉയരുകയും ചെയ്തു. ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് 51% ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 0.9% വർദ്ധിച്ച് 14.26 ട്രില്യൺ രൂപയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആവറേജ് ഡെപ്പോസിറ്റിൽ 17.8% വളർച്ച ഇയർ ഓൺ ഇയറിൽ ബാങ്ക് കൈവരിച്ചു. ഇവിടെ LCR ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ അല്ലെങ്കിൽ LCR റേഷ്യോയുമായി ബന്ധപ്പെട്ട കൺസേൺ ഒഴികെ മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡ്രാഫ്റ്റ് ചെയ്ത LCR നോംസ് ഇപ്പോൾ ഡ്രാഫ്റ്റ് സ്റ്റേജിലാണ്. ബന്ധപ്പെട്ടതനുസരിച്ചാണ് ബാങ്കിംഗ് സെക്ടർ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുക. ബാങ്ക് മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒട്ടും ബ്രോക്കേജ് ഏജൻസിയും ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് ചോദിച്ചാൽ ബാങ്കിൻ്റെ റിട്ടേൺ ഓൺ അസറ്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. നോർമലൈസ്ഡ് ലെവലിനേക്കാൾ എബോ ലെവലിലാണുള്ളത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ റെഗുലേറ്ററി ചേഞ്ചസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയുമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗും 1500 രൂപ ണ്ട്. മാക്രി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1300 രൂപയുടെ ടാർഗറ്റ് നൽകി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർക്കറ്റ് എക്സ്പെക്ടേഷനുമായി ഇൻലൈൻ ആയതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ഉമയുടെ റിസർച്ച് റിപ്പോർട്ട് പരിശോധിച്ചാൽ ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അസറ്റ് ക്വാളിറ്റി വെച്ചതായതുകൊണ്ട് റേറ്റിംഗും 1400 രൂപയുടെ ടാർഗറ്റ് നൽകി. മോത്തിലാൽ ഒസ്വാൾ ബാങ്കിൻ്റെ EPS ഉയരുമെന്നും 2024-26 ഫിനാൻഷ്യൽ കൂടിയുള്ള ഗ്രോത്ത് ബാങ്ക് കൈവരിക്കും റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. 1350 രൂപയുടെ ടാർഗറ്റ്. കൂടാതെ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയിൽ സ്ട്രെസ്സിൻ്റെ സൈനൊന്നുമില്ല. ഗ്രോസ് NPAയും നെറ്റ് NPAയും ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ബാങ്ക് കണ്ടിജൻസി എമൗണ്ട് 1.1% ബാങ്ക് വരും ഉള്ള പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ സൈക്ലിക്കൽ സ്ട്രെസ്സിനെ നേരിടാൻ ആയിരിക്കുന്നതായിട്ടാണ് റിസർച്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. ICICI ബാങ്ക് 1250 രൂപ എന്ന റെസിസ്റ്റൻസിൽ നിന്ന് 1200 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1250 എന്ന ലെവലിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് 1300, 1350, ഇവൻ 1400 1150 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും താങ്ക് യു.